നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം തിരികെ വന്നതിന് ശേഷം അവർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതോ അതിശയിപ്പിക്കുന്നതോ ഒക്കെയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ലക്ഷ്യമിട്ടത് സ്ത്രീകളെയായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുക, അവരെ ജോലിക്ക് പോകുന്നതിൽ നിന്ന് വിലക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് അവർ ഏർപ്പെട്ടത്. ഇപ്പോൾ അവർ തിരിഞ്ഞിരിക്കുന്നത് ആ നാട്ടിലെ പുരുഷന്മാർക്ക് നേരെ കൂടിയാണ്. അതായത് പുരുഷ ബാർബർമാർക്കും അവിടുത്തെ ചെറുപ്പക്കാരായ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോടുമാണ് ഇപ്പോൾ ഇവർ കടും കൈ നിലപാടുമായി എത്തിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ ബാർബർമാർ പറയുന്നത് കണക്കിന് പോവുകയാണെങ്കിൽ തങ്ങളുടെ കഞ്ഞിയൊടി മുട്ടും എന്ന് തന്നെയാണ്. കാരണം ആളുകളുടെ മുടി വെട്ടുകയോ താടി വടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരെ ഏതാണ്ട് 15 മാസം വരെ ജയിലിലിടാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതായത് ഇത്തരത്തിലൊരു ബാർബർ മുടി മുറിച്ചുവെന്നോ അല്ലെങ്കിൽ ഷേവ് ചെയ്തെന്നോ അറിഞ്ഞാൽ അയാളെ അപ്പോൾ തന്നെ പിടികൂടിക്കൊണ്ടുപോയി താലിബാൻ്റെ ഇതിനായുള്ള സദാചാര സംരക്ഷണ ഒരു സംഘമുണ്ട്. അവരാണ് ഇതെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. അങ്ങനെ അവർക്ക് വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ഈ ബാർബറിനെ പിടികൂടി അവിടുത്തെ ജുഡീഷ്യറിക്ക് കൈമാറും. പിന്നെ ഉടൻ ശിക്ഷ പ്രഖ്യാപിക്കലാണ് അവിടെ നടക്കുന്നത്. ചെറുപ്പക്കാർക്ക് തന്നെ ഇപ്പോൾ ബാർബർ ഷോപ്പുകളിലെത്തി മുടിവെട്ടാൻ ഭയക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പകരം ഇവർ ബാർബർമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതീവ രഹസ്യമായി അവിടെ വെച്ചാണ് മുടിവെട്ടുകയും മറ്റും ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ നിരീക്ഷിക്കാനും ഇത് ഈ താലിബാൻ്റെ സദാചാര സംരക്ഷണ സംഘത്തെ അറിയിക്കാനുമൊക്കെ ഒരുപാട് ആളുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എല്ലായിടവും ചാരന്മാരാണ്. അങ്ങനെ ഈയിടെ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ മുടി 2 ഭാഗത്തുനിന്നും വടിച്ചു കളഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ സദാചാര സംഘം ഇയാളെ പിടികൂടുകയും ഇയാളെ അതിഭീകരമായി മർദ്ദിക്കുകയും തുടർന്ന് ഇയാളുടെ ബാക്കി തലയിലുള്ള മുടി മുഴുവൻ കത്രിക ഉപയോഗിച്ച് വെട്ടിക്കളയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇയാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ബാർബർമാർ ഇപ്പോൾ പറയുന്നത് താലിബാൻ ഭരണകൂടം ഇത്തരത്തിൽ മുടി മുറിക്കുന്ന ബാർബർമാരെയും മുടിവെട്ടാനെത്തുന്ന ചെറുപ്പക്കാരെയുമൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ പഴയ സർക്കാരിൻ്റെ ചാരന്മാരായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അവരോടുള്ള പക തീർക്കാനാണ് ഇവരെ ഇത്തരത്തിൽ ശിക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈയിടെ ഇത്തരത്തിൽ മുടിവെട്ടി ഷേവൊക്കെ ചെയ്ത ഒരു ബാർബറിനെ ഈ സദാചാരക്കാർ പിടിച്ചുകൊണ്ട് പോവുകയും അയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഇയാളുടെ വീട്ടുകാരെയും എന്നിട്ട് ഈ അധികൃതർ വിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബനാഥൻ ഇത്തരത്തിൽ അനിസ്ലാമികമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ജയിലിലിടുകയാണ്. അത്രയും നാൾ ഈ കട തുറക്കാനും പാടില്ല എന്നുള്ളൊരു ഫത്വ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആ കടയും അടഞ്ഞതിനെ കിടക്കുകയായിരുന്നു. ഇയാളുടെ ജയിൽ കാലാവധി പൂർത്തിയാകുന്നത് വരെ ഒരാളിനെ കൊണ്ടുപോലും ഈ കട പ്രവർത്തിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ ആ മനുഷ്യൻ്റെ വീട്ടുകാരൊക്കെ തന്നെ അവർ അങ്ങേറ്റം ദാരിദ്ര്യത്തിലായി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. 2021 ഓഗസ്റ്റിലാണ് താലിബാൻ വീണ്ടും അവിടെ ഭരണം സ്ഥാപിച്ചത്. അതിനുശേഷം ഈ ബാർബർമാരുടെ ബിസിനസ്സിനെ അത് അതീവ ഗുരുതരമായ രീതിയിൽ ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവരുടെ മർദ്ദനം അല്ലെങ്കിൽ ജയിൽ നടപടിയും പേടിച്ച് ചെറുപ്പക്കാരും തന്നെ ഇപ്പോൾ അവിടെ മുടി വെട്ടാൻ ചെല്ലാറില്ല. ഭൂരിപക്ഷം പേരും താലിബാൻ നേതാക്കളെ അനുകരിച്ച് മുടി നീട്ടി വളർത്തുന്നതാണ് അവിടുത്തെ ഒരു രീതി. എന്നാൽ ഒരാൾക്ക് മുടി മുറിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് അതിന് സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം ഈ സദാചാര സംരക്ഷണ സമിതിക്കാരുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അവർ വിവരം നൽകിയാൽ അപ്പോൾ തന്നെ വന്ന് പിടികൂടുകയും ഉടൻ തന്നെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കാൻ വയ്യാത്തത് കാരണം പലരും ഇപ്പോൾ ഷേവ് ചെയ്യാനും മുടി മുറിക്കാനും ഒക്കെ തന്നെ ഭയപ്പെടുന്നുണ്ട്. ഒപ്പം ഈ ബാർബർമാരുടെ കുടുംബവും അങ്ങേയറ്റം ദാരിദ്ര്യം നേരിടുകയാണ്. ബാർബർമാർ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ തങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാകും എന്നാണ്. കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകും. കാരണം ഇവർ ഈ മതനിയമങ്ങളുടെ പേര് പറഞ്ഞാണ് ഇവയെല്ലാം തന്നെ അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാൻ അവിടെ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ വിവിധ പ്രവശ്യകളിൽ അവിടെ സംഗീത പരിപാടി നടത്തിയ ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല ഇവിടെ കൈവശമുണ്ടായിരുന്ന എല്ലാ സംഗീതോപകരണങ്ങളും കൊണ്ടുപോയി വാരിക്കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന ഒരു ചടങ്ങ് വരെ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ശക്തമായ തോതിൽ ഇസ്ലാമിക നിയമങ്ങളെ അടിച്ചേൽപ്പിക്കാൻ തന്നെയാണ് ഈ ഭരണകൂടം ശ്രമിക്കുന്നത്. സംഗീതമൊക്കെ അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഉള്ള കൃത്യങ്ങൾ ചെയ്യുന്നത്. മാത്രവുമല്ല അഫ്ഗാനിസ്ഥാനിലെ ഒരു വിദൂര പ്രവിശ്യയിൽ അവിടെ ഈ സംഗീത മേള നടത്തുകയായിരുന്ന ചെറുപ്പക്കാരുടെ 86ഓളം സംഗീത ഉപകരണങ്ങളാണ് അവർ പിടിച്ചെടുത്ത് അതിനെ തല്ലിത്താർത്തതിന് ശേഷം അവയെല്ലാം തന്നെ തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. ആളുകളെ കല്ലെറിഞ്ഞ് കൊല്ലുക, മതിലിനോട് ചേർത്ത് വെച്ച് ഇടിച്ചു കൊല്ലുക തുടങ്ങിയിട്ടുള്ള നമ്മൾ കേട്ടുകൊള്ളിയില്ലാത്ത ഒരുപാട് ശിക്ഷാ രീതികളും അവിടെ ഇപ്പോൾ താലിബാൻ കൊണ്ടുവരികയാണ്. ഏതായാലും ഇതെന്തൊരു ലോകം എന്നാണ് നമുക്ക് പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കാൻ തോന്നുന്നത്. പക്ഷേ അവിടുത്തെ ആളുകളുടെ നിസ്സഹായത അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. നമുക്കൊരിക്കലും മനസ്സിലാവുകയില്ല. ഒട്ടും സ്വാതന്ത്ര്യമില്ലാതെ ഈ താലിബാൻ പറയുന്നതനുസരിച്ച് മാത്രം അവർ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ മതനിയമങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്ന ആളുകൾക്ക് പറയാനും കഴിയുന്നില്ല. മാത്രമല്ല പരസ്യമായി ഇവരെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിയന്തരമായി പിടിച്ച് ജയിലിടുന്നതാണ് രീതി എന്നുള്ളത് കൊണ്ട് തന്നെ ആരും ഇവർക്കെതിരെ ശബ്ദമുയർത്താനും തയ്യാറാകുന്നില്ല.